ഹായ് എവ്രി വൺ. സോ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷാ വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഫെബ്രുവരി 14th വാലൻറ്റൈൻസ് ഡേ ആണ്. സോ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. സോ സാധാരണ ഒരു വാലൻറ്റൈൻസ് ഡേക്ക് ഒരു ഭർത്താവ് ഭാര്യ എങ്ങോട്ടാവും കൊണ്ടുപോവാം? ചിലപ്പോൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ വല്ല റൊമാൻറ്റിക് പ്ലേസസ് അങ്ങനെയൊക്കെ വല്ല ഡേറ്റ് അങ്ങനെയൊക്കെ പോവും. പക്ഷെ എൻ്റെ ഭർത്താവ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് യുദ്ധവിമാനം കാണാനാണ്. അതിൻ്റെ പിന്നിലെ ഛേദവികാരം എന്താണ്? അപ്പോൾ ഞങ്ങളാണ് നിങ്ങൾക്ക് ഹെലികോപ്റ്റർ, പ്ലെയിൻ, പൊക്ലൈൻ, മണ്ണുമാന്ത ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അതൊക്കെ നോക്കി നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ അതുപോലെ കൂട്ടിയാൽ മതി. ഓക്കെ. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് RAF മ്യൂസിയത്തിലാണ്. റോയൽ എയർഫോഴ്സ് മ്യൂസിയം, ഇംഗ്ലണ്ടിലുള്ളത്. സോ ഇത് കൊളിൻഡെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ മ്യൂസിയം ഉള്ളത്. സോ നമ്മളിന്ന് ഈ RAF മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാനാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി കണ്ടാലോ? നമ്മളിപ്പോൾ മ്യൂസിയത്തിലെ H1 ഹാളിലേക്കാണ് പോകുന്നത്. ഈ സെക്ഷനിൽ പ്രധാനമായിട്ടും ബ്രിട്ടൻ്റെ എയർഫോഴ്സ് ചരിത്രപരമായ വിമാനങ്ങളും ഫൈറ്റർ ജെറ്റുകളും ബോംബർ വിമാനങ്ങളും ഒക്കെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റും. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഇവിടെ യെല്ലോ കളറിൽ കാണുന്ന വെസ്റ്റ്ലാൻഡ് സീ കിങ് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ആണ്. ഇത് മെയിൻലി സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷനും അതുപോലെ തന്നെ നേവൽ ഓപ്പറേഷനും ഒക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ഐക്കോണിക് ഹെലികോപ്റ്റർ ആണ്. ഇത് നമുക്ക് ഇവരുടെ ഒരു വോയിസ് ഓവർ ആണ്. നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കി നോക്കിയേ. കേൾക്കുന്നുണ്ടോ? ഇത് സണ്ടർലാൻഡ് ഫ്ലൈയിങ് ബോട്ടാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉണ്ടായിരുന്നു. നമുക്ക് ഇതിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ എക്സിറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇവിടെ വെതർ വിൻ്ററും റെയിനൊക്കെ ആയ കാരണം റോട്ടിലൊക്കെ ഇവർ സോൾട്ടൊക്കെ ഇടും, നമ്മൾ സ്ലിപ്പ് ആവാണ്ടിരിക്കാനൊക്കെ. സോ അതൊക്കെ ചവിട്ടിയിട്ട് ആ ഷൂ ഇട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറണോണ്ട് ഇതിന് ഡാമേജ് വരുന്നുണ്ടെന്നാണ് ഇവർ പറയണത്. ഞാനൊരു മാഗ്നറ്റ് വാങ്ങിയിട്ടാ. ഇത് സ്പിറ്റ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ ഒരു പിക്ചറുള്ളൊരു മാഗ്നറ്റാണ്. നന്നായിട്ടില്ലേ? സോ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഉള്ളത് ഹാൾ 2ലാണ്, H2 ഹാള്. ഇവിടെ മെയിനായിട്ട് ഫസ്റ്റ് വേൾഡ് വാർ ഇൻ ദ എയർ എന്ന് പറഞ്ഞിട്ടുള്ള എക്സിബിഷനാണ് ഉള്ളത്. ഏർലി ഏവിയേഷൻ ഹിസ്റ്ററിനെ കുറിച്ചിട്ടുള്ളൊരു ബിഗ് കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്നത് ലാരിയോ 11 എന്ന് പറയുന്ന ഒരു ഓൾഡ് എയർക്രാഫ്റ്റിൻ്റെ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ പഴയ എയർക്രാഫ്റ്റുകൾ നമുക്കിവിടെ വേൾഡ് വാർ 1ൻ്റെ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന എയർക്രാഫ്റ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. H6ലേക്ക് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മോഡേൺ എയർ പവർ എറയിലേക്കാണ് കിടക്കുന്നത്.
ഇവിടെയാണ് ഏജ് ഓഫ് അൺസർട്ടനിറ്റി എക്സിബിഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു പ്ലെയിൻ കളക്ഷൻ അല്ല, പക്ഷെ ഒരു ഹൈടെക് ജേണിയാണ്. 1980 നിന്ന് ഇന്ന് വരെ റോയൽ എയർഫോഴ്സ് നടത്തിയ ഇൻറ്റൻസ് മിഷൻസ്, ഫോക്ലൻഡ് വാറിൽ നിന്ന് മോഡേൺ ഹ്യൂമനിറ്റേറിയൻ എയ്ഡ് ഓപ്പറേഷൻസ് വരെ എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ടെക്നോളജിയും ഹിസ്റ്ററിയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വെരി ഇമ്മൻസ് എക്സ്പീരിയൻസ് ആണ് ഈ H6 ഹാൾ. സോ നമ്മൾ H6 കണ്ടു. ഇനി നമ്മൾ H3, H4, H5 കാണാനുണ്ട്. നമുക്ക് പോവാം. H3, H4, H5ലേക്ക് വരുമ്പോൾ നമ്മൾ ഹിസ്റ്ററിയുടെ ഒരു മേജർ ടേണിംഗ് പോയിന്റിലേക്ക് ഒരു ജേർണി ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. ഇതൊരു മാസീവ് ഇന്റർകണക്റ്റഡ് സ്പേസ് ആണ്. ഇവിടെ വാർ ഇൻ ദ എയർ എക്സിബിഷൻ 1918 നിന്ന് 1980 വരെ കവർ ചെയ്യുന്നു. ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന ഓഫീസർ മാർഷൽ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് അർജൻ സിംഗ് ആണ്. ഇന്റർവാർ പീരിയഡിൽ കുറച്ച് സെലക്റ്റഡ് ഓഫീസേഴ്സ് ഫ്രം ഇന്ത്യ ഇവിടെ റോയൽ എയർഫോഴ്സ് കോളേജ് ക്രാൻവെല്ലിലുള്ളത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പിക്ചറാണ് അവിടെ കൊടുത്തേക്കുന്നത്. ബാറ്റിൽ ഓഫ് ബ്രിട്ടനിലെ ലെജൻഡറി ഡോഗ് ഫൈറ്റർ എയർക്രാഫ്റ്റ് തൊട്ട് കോൾഡ് വാറിൽ യൂസ് ചെയ്ത ജയന്റ് വി ബോംബേഴ്സ് വരെ ഇവിടെ കാണാൻ പറ്റും. ബേസിക്കലി 20th സെഞ്ച്വറി ഏവിയേഷൻ ഡിഫൈൻ ചെയ്ത എയർക്രാഫ്റ്റ് എല്ലാം ഒരു പ്ലേസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സെക്ഷനാണ് ഈ H3, H4, H5 എന്ന് പറയുന്നത്.
ഇവിടെ ഈ കാണുന്ന ഈ എയർക്രാഫ്റ്റ് ആവ്രോ വോൾക്കാൻ BMK-2 ടിൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ഒരു ഐക്കോണിക് സ്ട്രാറ്റജിക് ബോംബറാണ്. ബോംബ് ഡ്രോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് ആണിത്. ഇത് എക്സ്പെഷ്യലി കോൾഡ് വാറിന്റെ സമയത്തൊക്കെയാണ് ബ്രിട്ടൻ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ബോംബിംഗ് മിഷൻ നടന്നത് ഫോക്ലൻഡ് വാറിന്റെ സമയത്താണ്. ഇത് സത്യം പറഞ്ഞ ഒരു ന്യൂക്ലിയർ ബോംബറായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തതെങ്കിലും ഹൈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബോംബ് ഡ്രോപ്പ് ചെയ്യാനാണ് അവരിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അനു പറഞ്ഞോളൂ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ എയർക്രാഫ്റ്റ് എയർഫോഴ്സ് അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഞാൻ എയറോപ്ലെയിനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇതുപോലത്തെ ഫൈറ്റർ ജെറ്റ്, യുദ്ധവിമാനങ്ങൾ, റെസ്ക്യൂ എയർക്രാഫ്റ്റുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. നടന്ന് കാലി കളിച്ചു, എന്നാലും കാണാനുണ്ട്, വർത്താണ് അല്ലേ? ഇഷ്ടം പോലെ നടക്കാനുണ്ട്, പക്ഷെ കാണാനുള്ളതുണ്ട്. നടന്ന് കാലി കളിച്ചാൽ അതിനനുസരിച്ച് കാണാനുള്ളതുണ്ട്. ആദ്യമൊക്കെ ചെറിയ എയർക്രാഫ്റ്റുകളൊക്കെ ആണെങ്കിലും ലാസ്റ്റ് എത്തിയപ്പോൾ വലിയ വലിയ ഫൈറ്റർ ജെറ്റുകളൊക്കെയാണ്. ഒരു വിങ്, ആ ഫൈറ്റർ ജെറ്റിന്റെ ഒരു വിങ് എന്ന് പറയണത് തന്നെ നല്ല വലുതാണ്. ഒരു ഏരിയ തന്നെ കവർ ചെയ്യണം അത്ര ഒരു വിങ്ങുള്ള ഒരു ഫൈറ്റർ ജെറ്റ് അവിടെ കണ്ടു. അടിപൊളിയാണ്. എല്ലാവരും ലണ്ടനിലും നമ്മുടെ UK-യിലുള്ള എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടാവും. അതെ, അതുപോലെ തന്നെ ടിക്കറ്റ് ഫ്രീ ആണ്. അതെ, ജസ്റ്റ് ബുക്ക് ചെയ്യണം നമ്മള്, പക്ഷെ ഫ്രീ ടിക്കറ്റ് ആണ്. സ്ലോട്ട് ബുക്ക് ചെയ്യണം. അതിന്റെ ലിങ്ക്
ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതെ, അതുപോലെ തന്നെ സ്ഥലവും അല്ലേ, സ്ഥലം, അതെ, അതൊക്കെ നമ്മൾ മാപ്പും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും അപ്പോൾ ഇവിടെ ഉള്ളവർ പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് കാണാം. ഇതൊക്കെ കാണാമെന്ന് പറയുന്നത് ഒരു രസമുള്ള കാര്യമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ള ജെറ്റുകളൊക്കെ ഇവിടെ ഉണ്ട് അല്ല, അതൊക്കെ കാണുമ്പോൾ ശരിക്കും അത്ഭുതമായിട്ട് ഫസ്റ്റ് വേൾഡ് വാറിലൊക്കെ യൂസ് ചെയ്ത, സെക്കൻഡ് വേൾഡ് വാർ, അതുപോലെ കോൾഡ് വാർ, ഇതിലൊക്കെ യൂസ് ചെയ്തിരുന്ന എയർക്രാഫ്റ്റുകൾ, ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷാ. ബൈ. ബൈ.